നമ്മളിൽ കൂടുതൽ ആളുകളുടെയും ഇഷ്ട വിഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് വെറൈറ്റീസ് ബിരിയാണി നമുക്കിന്ന് ഓരോ റെസ്റ്റോറൻറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ആരും ചെയ്ത് കാണാത്ത, എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാടമുട്ട കൊണ്ടുള്ളൊരു ബിരിയാണിയാണ്. അത് വളരെ ടേസ്റ്റിയുമായിരിക്കും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നേരെ കാടമുട്ട ബിരിയാണി പോയി ഉണ്ടാക്കാം. പോരെ. അപ്പോൾ തീയൊക്കെ കത്തിച്ച സ്ഥിതിക്ക് നമുക്ക് ആദ്യം തന്നെ പാൻ വെക്കാം. പാൻ ചൂടാവട്ടെ. പാൻ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം പാനിലേക്ക്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ നമുക്ക് നല്ല മുരിമുരാന്ന് നല്ല ഗോൾഡൻ ഫ്രൈ ആക്കി എടുക്കണം. അത് നമ്മുടെ ഒനിയൻ ഏകദേശം നല്ല ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നും ആവട്ടെ, എല്ലാം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒനിയൻ ഫ്രൈ നല്ല ഗോൾഡൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒനിയൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ്, അതിലേക്ക് നമ്മൾ കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുഴുവനുള്ള കാഷ്നട്ടാണ്, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ മതി, നമുക്ക് ഒരുപാട് കളർ ചേഞ്ച് ആവരുത്. അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്തിരിയാണ് ഇതിനകത്ത് വറുത്തെടുക്കാൻ പോണത്. അപ്പം മുന്തിരി നമുക്ക് ആ എണ്ണ ചൂടുണ്ട്, അപ്പോൾ അതിലേക്ക് തന്നെ ഇടാം. അപ്പോൾ നമ്മുടെ കിസ്മിസും ഫ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് മാറ്റാം. അതൊക്കെ എളുപ്പം മാറ്റിയില്ലേ കരിഞ്ഞു പോകും സാധനം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിയുടെ മസാല അടിക്കാം. മസാല അടിക്കാൻ വേണ്ടി മൺചട്ടിയിലാണ് മസാല അടിക്കുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ നമ്മൾ ഈ ബാക്കിയുള്ള ഐറ്റംസ് ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ബേ ലീഫ് ഇടാം ആദ്യം. ഈ തവിയിൽ പറ്റിപ്പിടിച്ചിരുന്നൊരു ഒനിയൻ മണ്ണില്ല, ആ ബേ ലീഫ് ഇടാം. ബാക്കി കുറച്ച് തക്കോലം, ജാതിപത്രി, കറുവപ്പട്ട, ഏലക്ക, അങ്ങനെ നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം ഇതിനകത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിടുന്ന ഗാർലിക് പേസ്റ്റാണ്. ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരാനായിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ്, ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക.
തക്കാളി ഏകദേശം വെന്തു. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി, ആദ്യം ആഡ് ചെയ്യാം. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി മതിയോ? ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, 2 സ്പൂൺ മതി. 2 ടീസ്പൂണാണ്. ലാസ്റ്റ് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഗരം മസാലയുടെയും ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചോ പോയി. ഇതിലേക്ക് നമുക്ക് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കാടമുട്ട ബിരിയാണിയാണ്. അപ്പോൾ കാടമുട്ട തന്നെയായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു കോഴിമുട്ട ഇട്ടത്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മുട്ട പൊട്ടിപ്പോകാതെ നോക്കണം. ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം. അരി വെക്കാനുള്ളതിന് ഒരു ചെരുവം വെച്ചിട്ടുണ്ട്. ആ ചെരുവത്തിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ബേ ലീഫ്, ഈ മസാലകൾ ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ റൈസാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ 1 കിലോ റൈസിന് ഒരു 1.25 ലിറ്റർ വെള്ളം. അപ്പോൾ ഒരു 1.25 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കഴുകി വെച്ച റൈസ്, ഇത് ബസ്മതി റൈസാണ്. റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം, വേവട്ടെ. റൈസ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാങ്ങാം. അടുത്തതായിട്ട് നമുക്ക് ദമ്മിടാം. ദമ്മ് നമുക്ക് ഈ ചട്ടി തന്നെ ഇടാം. ആദ്യം കുറച്ച് നമ്മുടെ മസാലയുടെ മുകളിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഇത് ഫ്രൈഡ് ഓനിയനും കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒരു ലെയർ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നതിന് മുകളിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ ആ ഫ്രൈഡ് ഒനിയനും കാഷ്നട്ടും കിസ്മിസും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീഫും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് ഇവിടെ വീട്ടിലാർക്കും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. പിന്നെ എല്ലാവർക്കും അത് ആഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷനിലാണ്, ആഡ് ചെയ്യാം, പിന്നെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അടുത്ത ലെയർ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം.
അടുത്ത ലെയർ ഇട്ടു. അതിൻ്റെ മുകളിൽ നമുക്ക് സെയിം ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കാഷ്നട്ടും കിസ്മിസും ഫ്രൈഡ് ഒനിയനും മുകളിലിടാം. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് അടയ്ക്കാം. ഇതിന് തന്നെ അടപ്പുണ്ട്. കറക്റ്റായിട്ട് അടച്ചിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. ചട്ടി വെക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കനലിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ കനല് നമുക്ക് ഈ പ്ലക്കറും കൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കുക ലേശമായിട്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ഓൾറെഡി നമ്മൾ അടുപ്പ് കത്തിച്ചായതുകൊണ്ട് കനലുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ കനലൊക്കെ ഇട്ട് കൊടുത്ത് ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനിവിടെ ഇരുന്ന് കുറച്ചും കൂടെ പൊള്ളിയായിട്ട് ദമ്മായി വരട്ടെ. അപ്പോൾ നമുക്ക് ദമ്മ് പൊട്ടിക്കാം. എല്ലാം മാറ്റാം. ഞാൻ ഇത് ഫുള്ളായിട്ട് ഇപ്പം മാവൊന്നും വെച്ച് സീൽ ചെയ്യാത്തതുകൊണ്ട് സ്മെല്ല് നല്ലോണം പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യവ മണ്ടേന്നൊക്കെ ചൂടടിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.